അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് പറഞ്ഞു, സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ലെന്ന്. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരല്ലേ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഞാൻ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർക്കുകയാണ്. ഈ പ്രാർത്ഥന കാത്തിരുന്ന് ശിരസമിച്ച് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോകുന്നിടത്തെല്ലാം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഞാൻ ഉണ്ടാകുന്ന അള്ളിച്ചത് കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവവേദനെ നിന്റെ ഉച്ചയും മൂർത്താവിൽ കർത്താവ് ചുംബിക്കുകയും തൻ്റെ അണിപ്പെടുത്താവുന്ന അത്ഭുതകരം കൊണ്ട് നിന്റെ കൈകളെ കർത്താവ് ഷെയ്ക്കാൻഡ് ചെയ്യുകയും നിനക്ക് കർത്താവ് ആശംസകൾ നേർന്നുകൊണ്ട് നിന്റെ ജീവിത വഴികളിൽ നീ എവിടെ പോയാലും ആരെ കണ്ടാലും അവിടെ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കാനും മാതാവിൻ്റെ മധ്യസ്ഥം നിനക്ക് ലഭിക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ മേൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു.
അവർക്ക് കൂടെ പാടുള്ള വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ, എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ ചെവി പറയും മാത്സ് പാടാണ്, ഇംഗ്ലീഷ് പാടാണ്, അത് കുറേ വിഷയങ്ങൾ പറയും. അപ്പം അവർക്ക് പേടിച്ചിട്ടാണ് അവർ പറയണത്. അങ്ങനെ പേടിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിക്കണം ഇപ്പോഴേ. അമ്മേ, അവിടെ കഴിവിനേക്കാൾ ഉപരി അവിടെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങൾ ആ കടമ്പുകളെല്ലാം കടന്നു വരാൻ അവരെ അനുഗ്രഹിക്കണം. എന്തെല്ലാം പരീക്ഷകൾ, എന്തെല്ലാം ഇൻ്റർവ്യൂകൾ, എന്തെല്ലാം അഭിമുഖങ്ങളെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം നീ പറയേണ്ട കാര്യങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്ത് മുൻകൂട്ടി ആലോചിച്ചു. അത് ഉത്കണ്ഠപ്പെടേണ്ട, നീ പറയേണ്ടത് എന്താണെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നവർ എത്ര ഇൻ്റർവ്യൂ ആണ് കർത്താവേ. ഒന്നും ചോദിക്കാതെ വിടുകയും അതേസമയം ജോലി കൊടുക്കുകയും ചോദിക്കുമെന്ന് ഓർത്ത് ഭയപ്പെട്ട ചോദ്യത്തെ ചോദ്യകർത്താവ് വിഴുങ്ങിക്കളയുകയും നിന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം കർത്താവ്. യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവിടെ ബിസിനസ് തകർന്നു, അവിടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ ഇഴഞ്ഞു കിടക്കുന്നൊരു മനുഷ്യനുണ്ട്, ഇഴഞ്ഞു കിടക്കുന്നൊരു ജീവി. അത് സർപ്പമാണ്. സർപ്പം വെളിപാടിൻ്റെ പുസ്തകത്തിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ലൂക്കാൻ്റെ പുസ്തകത്തിലുണ്ട്, മർക്കോസിൻ്റെ പുസ്തകത്തിലുണ്ട്. സർപ്പം എല്ലായിടത്തേക്കും നിറഞ്ഞിരിക്കുന്ന ബൈബിളിൽ. ഇവിടെ ഒരു വ്യത്യാസമുള്ള വെച്ച് കഴിഞ്ഞാൽ ചിലർ സർപ്പം കയ്യിലെടുക്കും, ചിലർ സർപ്പത്തെ കയ്യിലെടുക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സർപ്പമുണ്ട് എല്ലായിടത്തും. ഇപ്പം ഈശോ പറയത്തില്ലേ സർപ്പം, ഇപ്പം അവ പറയത്തില്ലേ സർപ്പം എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും സർപ്പമുണ്ട്. സർപ്പം തന്നെ രക്ഷപ്പെടാൻ വേണ്ടി അവൾക്ക് ചിറക് നൽകപ്പെട്ടെന്ന് വെളിപാട് 12 പറയുന്നില്ലേ. പുരാതന സർപ്പം ഒന്ന് യോഹന്നാൻ വെളിപാടിൽ വിളിക്കുന്നുണ്ട്, പിശാചിനെ വിളിക്കണം. അപ്പോൾ ഇതിന് ഈ സർപ്പത്തിനെ കൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു വന്നതിന് ശേഷം സർപ്പത്തിനെ കൈകാര്യം ചെയ്യണേ കാണാം. ക്രിസ്തു അപ്പോസ്തലന്മാർക്കൊരു അധികാരം കൊടുക്കും. അവർ എന്താണ്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും, ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇനി മർക്കോസിന്റെ 16:18 വരുമ്പോഴും സർപ്പമുണ്ട്. മർക്കോസ് 16:18, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ സർപ്പം കയ്യിലെടുത്തവരുമുണ്ട്, സർപ്പത്തെ കയ്യിലെടുത്തവരുമുണ്ട്, അല്ലേ? ഹവ്വാനെ സർപ്പം പറ്റിച്ച് കയ്യിലെടുത്തു, പിശാച് മനുഷ്യനെ കയ്യിലെടുത്തും. അതുപോലെ തന്നെ സർപ്പത്തെ കൈകാര്യം ചെയ്ത ആൾക്കാരുണ്ട്. അതന്നെ അതിന് ആത്മീയ അധികാരം വേണമെന്നാണ് ഈശോ ലൂക്ക 10:9 പറയണം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സത്യവും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. കർത്താവിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് അധികാരത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വളരും. അപ്പോൾ അത് സ്പിരിച്വൽ സെൻസാണ്. ഇപ്പോൾ സർപ്പം പോലെ ഇരിക്കണ, ഇപ്പോൾ സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? പാവളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. ഇപ്പോൾ ചില സ്വഭാവമുള്ള, അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യരില്ലേ, അവർ 10 പൈസ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് നീചമായ കാര്യങ്ങളും ചെയ്യണവരുണ്ട്. പാവളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. 2 കാര്യവും സർപ്പത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ കമ്പനികളിലും സ്കൂളിലും എല്ലായിടത്തും നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അവരൊക്കെ പാരയും സൂചിയും ഒക്കെ വെക്കും പലതരത്തിൽ. അവർക്ക് അത് അറിയത്തുള്ളൂ, അതാണ് വിഷയം.
പക്ഷെ നമ്മളെ ഇതിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അവർക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും, ചില കേസുകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിനെ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്, അഭിസംബോധന ചെയ്യിപ്പിക്കുക. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ നമ്മുടെ ആത്മീയ അധികാരം വർദ്ധിക്കണം. ആധ്യാത്മിക അധികാരം എന്ന് പറയുമ്പോൾ മരണം അർത്ഥവത്തായിട്ട് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിച്ചു, ഉയർപ്പ് വിശ്വസിച്ചു, വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു, പിന്നെ എന്താ വരവ് പ്രത്യാശിച്ചു. അങ്ങനെ വിശ്വാസ ദിവരഹസ്യങ്ങളെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അധികാരം വർദ്ധിക്കുന്നത്. ക്രിസ്തു നമ്മൾ ജീവിക്കാൻ തുടങ്ങണത്. അധികാരം വർദ്ധിക്കണമെന്ന് നമുക്ക് അധികാരം തരികയല്ല, ഒരു സർട്ടിഫിക്കറ്റ് തരികയല്ല, മറിച്ച് ഒരു അപ്പോയിൻമെൻറ്റും അല്ലത്. മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അത് ഈശോ പറയണത്, ഞാനല്ല എൻ്റെ പിതാവാണ് എന്നിൽ പ്രവർത്തിച്ച് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അങ്ങനെ വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അനുഗ്രഹ ലെവലിൽ നിന്ന് മാറി അഭിഷേക ലെവലിൽ വന്നു, അതിനേക്കാൾ ഉയർന്ന് അധികാര ലെവലിലേക്ക് വരണം, സർപ്പങ്ങളെ കീഴടക്കാൻ. അതാണ് മാർഗം. അപ്പോൾ നോൻപ് കാലം പറ്റിയൊരു കാലമാണ്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ മനസ്സായി യോജിച്ച് ജീവിതം കൊണ്ട് അതിൻ്റെ അകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് കിട്ടുന്ന ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു സ്വാഭാവിക ശക്തി കിട്ടും. അപ്പോൾ പലരും സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണത്? എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണവർ ഒറ്റയ്ക്കായിരിക്കും, വേറെ രാജ്യത്തായിരിക്കും, പക്ഷേ ദൈവം അവിടെ കൂടെ ഉണ്ട്. ആ സിറ്റുവേഷൻ അവർ അധികാരത്തോടെ തന്നെ കൈകാര്യം ചെയ്യും. ഉടമ്പടി പോലെ മനുഷ്യൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ നല്ലത് ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു ദൈവിക പദ്ധതി തന്നെ ഉടമ്പടി. ഇനി ഉടമ്പടിയിലാണെങ്കിൽ അനുഗ്രഹത്തിന് തലം വിട്ട് അഭിഷേക തലം വിട്ട് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്റെ ജീവിതം പുനഃക്രമീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. 4 മാർച്ച് മാസത്തിലാണ്. എൻ്റെ പേര് മെർലിൻ ജോണി. മൂവാറ്റുപുഴ മാർ ഗ്രിഗോറിയസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. 2022 തൊട്ട് ഞാനൊരു നേഴ്സാണ്. 2022 തൊട്ട് വിദേശത്തോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഞാനും ഒരുമിച്ചല്ല നിൽക്കുന്നത്, രണ്ടുപേരും 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ 2022 തൊട്ട് ട്രൈ ചെയ്യുക. 2023 ഓഗസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഉള്ള ജോലി നിർത്തി നാട്ടിലോട്ട് പോന്നു. അന്ന് എൻ്റെ ഒരു ആൻറ്റി എപ്പോഴും എന്നോട് പറയും, ഇങ്ങനെ ഉടമ്പടി എടുക്കുക, നിങ്ങൾ കൃപാസനത്തിൽ പോ, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും ഞാൻ അതങ്ങനെ മൈൻഡ് ചെയ്തില്ല. 2022 ഞാനൊരു ഏജൻസിയിൽ കൊടുത്തു. പ്രോസസ്സിംഗ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 2003 വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഏജൻസിയിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇൻ്റർവ്യൂ വരും, ടൈം എടുക്കും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 2023 കഴിഞ്ഞു. 2024 ഒരു മാർഗ്ഗവും ഇല്ല, എനിക്ക് പോകാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്, എന്താ നീ പോവാത്തേ, ജോലി എന്താ ചെയ്യാത്തേ, നാട്ടിൽ കയറിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാനിങ്ങനെ കരയുക. അന്നേരത്തിന് ഏകദേശം ആദ്യത്തെ ഉടമ്പടി തീരാറായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാനിപ്പോൾ നിൽക്കുന്ന ഏജൻസിയിൽ നിന്ന് എനിക്ക് ഒരു ഓഫറും വരുന്നില്ല, അപ്പോൾ എനിക്ക് വേറെ ഒരു ഏജൻസി അമ്മ കാണിച്ചു തരണം എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് കൊന്തയൊക്കെ ചെല്ലി ഇങ്ങനെ കരഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് ചുമ്മാ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏതോ ഒരു ഏജൻസി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആ ഏജൻസി ഇങ്ങനെ കാനഡയ്ക്ക് ഇങ്ങനെ ഓഫറുണ്ട്, നേഴ്സുമാരുടെയാണ്, കെയർ ടേക്കറിൻ്റെ പോസ്റ്റിലോട്ടാണെന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമില്ല. അവർ കാനഡയ്ക്ക് പോയ കുറേ ആൾക്കാരുടെ നമ്പർ തന്നു. ഞാൻ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ പ്രോസസ്സ് ചെയ്യാം, അമ്മ കാണിച്ചു തന്നാണല്ലോ, അപ്പോൾ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കെയർ ടേക്കറിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടി, സെക്കൻഡ് ഇൻ്റർവ്യൂ കിട്ടി, തേർഡ് ഇൻ്റർവ്യൂ ആയപ്പോഴത്തേനും ഏജൻസിയിൽ നിന്ന് പറഞ്ഞു ആ പോസ്റ്റ് നിർത്തലാക്കി, അപ്പോൾ നീ ഒന്ന് വെയിറ്റ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കെയർ ടേക്കറിനേക്കാളും നല്ലൊരു പോസ്റ്റാണ് LPN പോസ്റ്റ്, ലൈസൻസ് പ്രാക്ടിക്കൽ നേഴ്സാണ്, അതിലോട്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്, പക്ഷെ നീ ഒരു എക്സാം ഉണ്ട്, നഴ്സുമാരുടെ ഏറ്റവും വലിയ എക്സാമാണ് NCLEX-RN, അതുപോലെ തന്നെ പാടുള്ളൊരു എക്സാമാണ് LPNകാരുടെ CPNRE എന്ന് പറഞ്ഞൊരു എക്സാം, അത് നീ പാസ്സാവണം,
എന്നാലേ ലൈസൻസ് കിട്ടുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞി കൊച്ചുണ്ട്, അപ്പോൾ പഠിക്കാനായിട്ട് അധികം സമയമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നീ ട്രൈ ചെയ്യുക, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കെയർ ടേക്കറിനേക്കാളും നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് തുടങ്ങി. ഈ CPNRE എക്സാം എഴുതാനുള്ള ലൈസൻസിനുള്ള പ്രൊസീജിയർ എലിജിബിലിറ്റിയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 3 months എടുത്തു അത് കിട്ടാനായിട്ട്. അപ്പം ഞാൻ സെക്കൻഡ് ഉടമ്പടിയിലോട്ട് കയറിയായിരുന്നു. സെക്കൻഡ് ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി ഞാൻ അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. അങ്ങനെ എക്സാമിന് വേണ്ടി പഠിച്ചു. എക്സാം ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉപ്പും കഴിച്ചു, പിന്നെ തൈലമൊക്കെ പൂശി എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 hours എക്സാം വരുന്നത്. നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, മാതാവ് രക്ഷിക്കും എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. കോൺഫിഡൻസ് ആണ് എനിക്ക് മാതാവ് രക്ഷിക്കുമെന്ന്. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഭയങ്കര വിഷമമായി. കാരണം അത്യാവശ്യം നല്ല എമൗണ്ട് വേണം ഈ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാനിങ്ങനെ കണ്ടു, നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ ബൈബിള് വായിക്കുക, കൊന്ത ചൊല്ലുക, അതുപോലെ തന്നെ വചനങ്ങൾ ബുക്കിൽ എഴുതുക, ഇതൊക്കെ ചെയ്യാൻ ഞാനിങ്ങനെ കണ്ടു. അപ്പം അന്ന് മുതൽ ഞാൻ തീക്ഷ്ണമായിട്ട് ഒന്നും ഞാൻ പഠിക്കാറില്ല. ബൈബിള് വായിക്കും, കുറേ വചനങ്ങൾ എഴുതും, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വചനങ്ങൾ എഴുതും. കൊന്ത ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ കൊന്ത എപ്പോഴും ഒന്നും ചെല്ലാറില്ല. കൊന്ത ഫ്രീക്വൻ്റായിട്ട് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ അന്നും ഞാൻ ഇതുപോലെ തന്നെ ഉപ്പ്, മാതാവിൻ്റെ എണ്ണ എല്ലാം ഞാൻ ഉപയോഗിച്ചായിരുന്നു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം 4 hours എന്നുള്ള എക്സാം ഏകദേശം ഒരു 6 hours എടുത്തു. അപ്പം കുറേ നേരം നമ്മൾ ആഹാരം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും നമ്മുടെ റൂമിൻ്റെ അകത്ത്. അപ്പം ഫുഡും ഒന്നും കഴിക്കുന്നില്ല. ഒരു 3 hours ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഹെഡേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുവാണല്ലോ. പക്ഷേ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. ഏകദേശം 10 days 14 days ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് പാസ്സായത്. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സാധാരണ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം എൻ്റെ ഘട്ടത്തിലോട്ട് വന്നപ്പം February 18 ഞാൻ പോകുന്ന ന്യൂഫൗണ്ട്ലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം മാറി. നേഴ്സുമാർക്ക് ഈ പോകുന്ന രീതിയിൽ EOA സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൂടി നമുക്ക് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെല്ലാം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെയും ഡിലേ ആയി. ഏകദേശം ഒരു 4 monthോളം ഡിലേ ആയി പ്രോസസ്സിങ്. പള്ളിയിൽ പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ ചോദ്യമാണ്, നീ എന്താ പോകാത്തത്, നിനക്ക് പോയിക്കൂടെ, ഇതെന്താ നിങ്ങൾ ലീഗലായ രീതിയിലല്ലേ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മളെ മാനസികമായിട്ട് തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ നേഴ്സുമാരല്ല, എല്ലാ പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും അറിയാം. നമ്മൾ ജോലി ഇല്ലാണ്ട് നാട്ടിലിരിക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരുപാട് നമ്മളെ താത്തി സംസാരിക്കും. ഇപ്പം ഹസ്ബൻഡിന് ജോലിയുണ്ട്, നമുക്ക് ജീവിക്കാൻ സാമ്പത്തികം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും ഇങ്ങനെ നമ്മളെ താത്തി സംസാരിച്ച് ഏകദേശം ഒരു പാനിക് അറ്റാക്ക് വരുന്ന രീതിയിലോട്ടൊക്കെ പോയി തുടങ്ങി. രാത്രികളിലൊക്കെ ഉറക്കമില്ല, ചുമ്മാ ഇരുന്ന് കരയുക, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ വന്നു. അപ്പം അന്നേരമൊക്കെ ഞാനിങ്ങനെ മാതാവിനോട് പറയും, അമ്മേ എന്നെ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോകാൻ പറ്റണം എന്ന് ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പ്രൊവിൻസിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ വെക്കുന്ന നടന്നു. മെഡിക്കലിൻ്റെ ടൈം ആയാലും ബയോമെട്രിക്സിൻ്റെ ടൈമിലായാലും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറയും, അമ്മേ ഞാൻ ഇതിനൊക്കെ പോകുമ്പോഴത്തേനും അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഗ്രേ കളറിൽ ഡ്രസ്സിലാണല്ലോ, അതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും അതുപോലെ തന്നെ എനിക്ക് അമ്മ അവിടെ ഉണ്ടായി, എനിക്കെല്ലാം നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ December 12 എനിക്ക് വർക്ക് പെർമിറ്റ് അപ്രൂവായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്രൂവായി. അത് കഴിഞ്ഞതിന് ശേഷം February 3 എൻ്റെയും കുഞ്ഞിൻ്റെയും പാസ്പോർട്ട് വിസ അടിച്ചു വന്നു. February 17 എൻ്റെ ഹസ്ബൻഡിൻ്റെയും വിസ അടിച്ചു വന്നു. അങ്ങനെ ഈ March 2 ഞങ്ങൾ കാനഡയ്ക്ക് പോവുകയാണ്. എനിക്കറിയാം കാനഡയിൽ ചെന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സങ്കടങ്ങളും ഉണ്ടാവുമെന്ന്. പക്ഷേ മാതാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം
ഞാൻ അതെല്ലാം തരണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ പോകാനുള്ള ക്യാഷൊന്നും അങ്ങനെ റെഡി ആയിട്ടില്ലായിരുന്നു. എന്ന് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് പോകാനുള്ള ഈ ക്യാഷും കാര്യങ്ങളും എല്ലാം റെഡി ആവണേ. ആദ്യമൊക്കെ ഏജൻസിക്കാർ പറയുമായിരുന്നു ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല, നീ തന്നെ പോകണമെന്ന്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു കൊച്ചാണ്, 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവനെ നാട്ടിൽ ഇട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒന്നുകിൽ ഫാദർ അല്ലെങ്കിൽ മദർ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിയോഗം വെച്ചപ്പോഴും അത് പറയാമായിരുന്നു, മാതാവേ പോവുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും പോകണം, അല്ലെങ്കിൽ പോകണ്ട എന്ന രീതി തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഒരുമിച്ച് പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പേപ്പർ കൊടുക്കാൻ പോവും. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, നിനക്ക് നാണമില്ലേ ഈ പേപ്പറൊക്കെ കൊടുക്കാനായിട്ട്, കുറച്ച് മോഡേണായിട്ട് ചിന്തിച്ചുകൂടെ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവർക്കിങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ചിരിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മാതാവിനോട് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഈ വിസ വരുവാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, അതായത് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിട്ടല്ലേ എനിക്ക് വിസ വരുന്നത്. കാരണം 2023 തൊട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് പേര് ട്രൈ ചെയ്തില്ല. അതിൻ്റെ അതിൽ നിന്ന് ഒരാളെ എന്നെ സെലക്ട് ചെയ്തല്ലോ. അത് എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ കഴിവ് തന്നെയാണ്. മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ അതായത് മാർച്ച് 2 ഞാൻ കാനഡയ്ക്ക് പോകുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനെ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ചിലവരൊക്കെ നമ്മളോട് ചോദിക്കും മെഡിസിൻ വാങ്ങിച്ചു തരാമോ, ഫുഡ് വാങ്ങിച്ചു തരാമോ. അങ്ങനെയുള്ളവർക്ക് ഫുഡും കൊടുക്കും, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസ കൊടുക്കും, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കും. വീട്ടിൽ തന്നെ കുഞ്ഞ് അംഗൻവാടി പോകുന്നുണ്ട്, അവനെ നഴ്സറി വിട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ചോറ് കൊടുക്കാൻ പോയപ്പോഴത്തേനും ഒരു ആ ചേച്ചി ചോദിച്ചു, ഇത് എന്തിൻ്റെ നേർച്ചയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നേർച്ചയാണ് കൃപാസനാണോ എന്ന് അവർ ചോദിച്ചു. അപ്പം തന്നെ പുള്ളിക്കാർ ചോറ് എൻ്റെ കയ്യിലോട്ട് തിരിച്ച് ഒരു എറിഞ്ഞ് തന്നെ രീതിയിൽ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി, മാതാവിൻ്റെ അല്ലേ, ഞങ്ങൾക്ക് ഈ ഫുഡ് വേണ്ട. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് മാതാവിൻ്റെ ഫുഡ്, എന്താ പ്രശ്നം? ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളും വിശ്വസിക്കല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരി അത് എഗ്രി ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും പുള്ളിക്കാരി ഈ കൃപാസന നടയിൽ വരും, പുള്ളിക്കാരി ഇതുപോലെ സാക്ഷ്യം പറയുന്നുണ്ടാകും. എന്തൊക്കെ പറഞ്ഞാൽ ദൈവത്തിനും മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ദൈവത്തിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി, മാതാവിനോട് ഉടമ്പടിയിൽ ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. പിന്നെ കുടുംബ പ്രാർത്ഥന അത് വളരെ കുറവായിരുന്നു. ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും കുടുംബ പ്രാർത്ഥന പകുതി സമയം മുടങ്ങി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെയിലി കുടുംബ പ്രാർത്ഥന ചെയ്യും. അതുപോലെ തന്നെ കൊന്ത ഞാൻ ഒരിക്കലും മുടക്കാറില്ല. പിന്നെ ഡെയിലി വചനങ്ങൾ ബുക്കിൽ എഴുതും, ബൈബിള് വായിക്കും, സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ വചനങ്ങളും വായിക്കുക, മാർക്ക് ചെയ്യുക. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്സ്, പിന്നെ യൂട്യൂബിലെ ധ്യാനങ്ങൾ എല്ലാം എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ഹിന്ദുക്കളായ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അച്ഛനെ പറ്റിയും കൃപാസനത്തിനെ പറ്റിയും. അവർ കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഉടമ്പടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും. സ്തോത്രം യേശുവേ, നന്ദി. മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി സേവിയർ, തൃശ്ശൂർ ജില്ലയിലെ ചിറന്നുള്ളി ഇടവകയിൽ നിന്നും ഞാൻ വരുന്നു. ഞാൻ 2023 ഏപ്രിൽ മാസത്തിൽ 10-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ അന്ന് ടി വിയിലാണ് കണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ വലിയ ഫോൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ടി വിയിൽ കാണുമ്പോൾ ഈ വിളക്ക് കത്തിയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആളാണ് പ്രയർ ചൊല്ലിയിരുന്നത്. അങ്ങനെ എൻ്റെ മോൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ വലിയ ഫോൺ മേടിച്ചത്. ഫോൺ മേടിക്കുന്നതിന് മുന്നേ ഞാനെന്നും പുലർച്ചെ എഴുന്നേറ്റ് 3 മണിക്ക് 2 കൊന്ത കുരിശിൻ്റെ വഴി കരുണ കൊന്ത ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാറ്. അങ്ങനെ ഞാൻ ഒരു സ്വപ്നം കാണണ്. ആ സ്വപ്നത്തിൽ എങ്ങനെയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ മടിയിൽ കിടക്കണം. മാതാവിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ മാതാവ് എന്നെ, നമ്മൾ കുഞ്ഞു മക്കളെ അമ്മമാരും വയ്ക്കണമാരി എന്നെങ്ങനെ അത്രയ്ക്കും സുഖമായൊരു ചുംബനം എനിക്ക് തരുന്നു കവിളത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ മാതാവ് എന്നോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയൊന്നുമല്ല, ഇംഗ്ലീഷല്ല, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, അറബി അതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ അമ്മ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവണില്ല.
പക്ഷേ കുറേ പറഞ്ഞതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, മോള് അപ്പം എന്നെ നോക്കുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എന്നെ എടുത്തിട്ട് പൊന്തിക്കുകയാണ്. അതായത് നമ്മൾ അമ്മമാർ കുഞ്ഞു മക്കളെ എന്നെ മുകളിലേക്ക് എറിഞ്ഞ് കളിച്ച് പിടിക്കില്ലേ. അപ്പം അങ്ങനെ അമ്മ എന്നെ ഞങ്ങളുടെ വീടിൻ്റെ മേലെ വരെ പൊന്നിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കണം. അപ്പം ഞാൻ ദൈവം ഇത് അമ്മ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ച് ഇത് മനസ്സിൽ ഞാൻ വിചാരിക്കണം. അപ്പം ഞാൻ എന്നെ കാണിച്ചു തരുന്നത് ഒരു വലിയൊരു കലം, ചരുവം മാത്രം വലിയൊരു കലം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം. ആ കലത്തിൻ്റെ ഉള്ളിൽ ഏഷ് കളറിൽ സാരി ഉടുത്ത മാതാവും അതിന് തൊട്ടടുത്ത് നല്ലിടയൻ്റെ വടി പിടിച്ചിട്ടുള്ള കർത്താവിന് ഞാൻ കാണുന്നു. അപ്പോൾ അതുവരെ ഞാൻ കൃപാസന മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ സാരിയാണ് അമ്മ ഉടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓളിയിട്ട് കരഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളിനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടു, ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, മാതാവ് ഏഷ് കളർ സാരി എടുത്തിട്ട് അങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. അന്ന് ജീവിത പങ്കാളി എനിക്ക് പറഞ്ഞു തന്നില്ല ഇത് കൃപാസനത്തിലെ മാതാവാന്ന് പറഞ്ഞു തന്നില്ല. അങ്ങനെ സ്വപ്നം കഴിഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുക്കാൻ വന്നതിന് 23-ന് ഉടമ്പടി എടുക്കാൻ വന്നതിന് ശേഷം ഫോണിൽ സാക്ഷ്യങ്ങളും ഉടമ്പടി ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വപ്നം കണ്ടത് ഈ കൃപാസനത്തിലെ മാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട്, ഈ കലവൂർ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം പണ്ട് വഞ്ചികളൊക്കെ കലത്തിൻ്റെ മോഡലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കലവൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും കലത്തിൻ്റെ ഉള്ളിലാണ് എന്നെ മാതാവിനെ കാണിച്ചു തന്നത്. അപ്പോൾ ശരിക്കും കലവൂരുള്ള മാതാവിനെ തന്നെയാണ് എനിക്ക് അമ്മ കാണിച്ചു തന്നത്. അങ്ങനെ ഒരു സ്വപ്നം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ മാതാവിനോടും പറയാറുണ്ട്, എല്ലാവർക്കും നീ മഴവില്ല് കാണിച്ചു കൊടുക്കണ്ടല്ലോ, അപ്പോൾ എനിക്ക് നീ കാണിച്ചു തന്നിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ പെട്ടെന്ന് നല്ല പ്രയറുള്ള ആളാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കില്ല. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ എന്നും തുണി അലക്കിയിട്ട് കൊണ്ടുവരാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. ഒന്നും കാണില്ല. ഒരു ദിവസം ഞാൻ അലക്കിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മഴവില്ലല്ല, നമ്മുടെ ഉടമ്പടി ക്ലാസ്സിൽ നേരത്തെ നമ്മൾ ഈ ബൈബിളിൻ്റെ ചുറ്റും ഒരു കിരീടം മാതിരി മാതിരി ഒരു ഷെയ്ഡിൽ നമ്മൾ വെളിച്ചം കാണുന്നുണ്ട്. ഒരു മഞ്ഞ ലൈറ്റ് മാതിരി നമ്മൾ കാണാം. അത് ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഇല്ല. ഉടമ്പടി ക്ലാസ് നമ്മൾ കാണുമ്പോൾ അതിൽ ശരിക്കും ആ ബൈബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ആ ഒരു വളയം കാണാം. അതേമാതിരി ഞാൻ ഒരു 10 മിനിറ്റ് അത്രയ്ക്കും പ്രകാശത്തിൽ വലിയൊരു വളയം, ഫുൾ വൃത്തല്ല, ഫുൾ ഒരു വളയായിട്ട് ഞാനത് കണ്ടു. ഞാൻ എന്നിട്ട് താഴത്ത് വന്ന് നോക്കിയപ്പോഴും അത് ഞാൻ പിന്നെയും കണ്ടു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ എനിക്ക് പെരടി വേദനയായിട്ട് ഞാൻ ആഴ്ചയിൽ ഞാനൊരു ദൈവകൃപ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പെരടി വേദനയായിട്ട് ആഴ്ചയിൽ 3 ടാബ്ലറ്റെങ്കിലും ഞാൻ എടുക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ എനിക്കത് മാറില്ല, കാരണം സ്റ്റിച്ച് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാനത് ടാബ്ലറ്റ് എടുക്കും. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം ഞാൻ പുരട്ടിയതിന് ശേഷം എനിക്കിപ്പോൾ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് തൃശ്ശൂർ വന്ന അടുത്ത ബസ്സിൽ കയറി ഞാൻ വൊമിറ്റ് ചെയ്യും. അത്രയ്ക്കും വൊമിറ്റാണ് എനിക്ക്. പിന്നെ 2 ഗുളിക കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ വേലോടത്തേക്കും പോവാറ്. അങ്ങനെ ഞാൻ ഉടമ്പടി അന്ന് ആദ്യമായിട്ട് എടുക്കാൻ വരുമ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല. ഉടമ്പടി ഉപ്പ് ജീവിത പങ്കാളി എടുത്ത് ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എടുത്തിട്ട് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ട് പോന്നു. അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് എത്ര ദൂരം പോയാലും എനിക്ക് വൊമിറ്റിംഗ് ഇല്ല. പിന്നെ ഞാൻ 3-ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്ക അവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സോറി ടമ്മേ, എനിക്കത് പറയാനൊന്നും യോഗ്യതയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ പ്രാവശ്യമാണ് 2ാമത്തെ മോന് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ദൈവകൃപ ലഭിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ബൈബിള് ഉടമ്പടി ഇട്ടാലും മുന്നും അങ്ങനെ പ്രയറും കാര്യം ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കൽ കുറവായിരുന്നു. കാരണം ബൈബിളിൽ പുതിയ നിയമം നോക്കുമ്പോൾ ഒക്കെ അറിയണതാണ്. പിന്നെ പഴയ നിയമമാണ് കുറേ രാജാക്കന്മാരൊക്കെ അല്ല, അപ്പോൾ വായിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബൈബിൾ സ്ഥിരം നമുക്ക് വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ സ്ഥിരം വായിച്ച് തുടങ്ങിയതിൻ്റെ അവിടുന്ന് ഞാൻ കണ്ണാട വെച്ചിട്ടാണ് വായിക്കാറ്. കണ്ണാട ഇപ്പോൾ വായിക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് കണ്ണാട വെക്കണ്ട. അതെങ്ങനെ വായിച്ച് വരുന്ന വഴിക്ക് 6 വരികൾ എനിക്ക് വലിയ വലിയ അക്ഷരങ്ങളായിട്ട് തരും. അതിൻ്റെ അപ്പുറത്തും ചെറിയ അക്ഷരങ്ങളായിരിക്കും. വായിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വാൽക്കണ്ണാടിയൊക്കെ വെച്ച് വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വലുതാവണ മാതിരി അങ്ങനെ വായിച്ച് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഞങ്ങളുടെ പേരാമംഗലത്ത് 33 കുട്ടികൾ എബിലിറ്റി ഇല്ലാത്ത പിള്ളേർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എല്ലാ ശനിയാഴ്ചയും അവിടെ 7:30 തുടങ്ങും അവിടെ കുട്ടികളെ കുളിപ്പിക്കൽ. അപ്പം ഞാൻ 7:30 പോയി എൻ്റെ കുർബാന മുടങ്ങും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 5:30 ഞാൻ പോയിട്ട് ആ പള്ളിയിൽ കുർബാന കണ്ടിട്ട് ആ മക്കളെ കുളിപ്പിക്കും, അവർ ടോയ്ലറ്റ് കഴുകും, അവർ ഇന്നറൊക്കെ കഴുകി വൃത്തിയാക്കി അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ പോരാറ്.
പിന്നെ ഞാൻ എൻ്റെ പത്രമൊക്കെ ഞാൻ കൊടുക്കാറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോ റൂമിലും കയറിയിട്ട് ഞാൻ അവരുടെ സുഖവിവരം ആദ്യം ചോദിക്കുമ്പോൾ അവർ ചോദിക്കും മോൾക്ക് എന്താ ഇവിടെ ജോലിയും ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ജോലിയല്ല, ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ ആലപ്പുഴയിൽ കൃപാസനം മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആ മാതാവിനെ പരിചയപ്പെടുത്താൻ വന്നതാ ഞാൻ. നിങ്ങൾക്ക് നമ്മുടെ ജീവിതം വിശുദ്ധിയായിട്ട് നമ്മൾ ജീവിച്ച മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് ആത്മീയമായി കുറേ ഉന്നതി നമുക്ക് കിട്ടും എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ പത്രം അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ഈ പത്രം അവിടെ വെച്ചേക്കണം നിങ്ങൾ എന്ന് പറയും. അത് വേറൊരു കുട്ടി തന്നു പോയത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പത്രം വേറെ മേടിക്കണ്ട, ഇത് തന്നെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. പിന്നെ കൊന്തെത്തിക്കാറുണ്ട്. ദിവസം കുർബാന, വിശുദ്ധ കുർബാന ഞാൻ മുടക്കില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും രാത്രി കുർബാനയായാലും ഞാൻ തന്നെ പോയിട്ട് കണ്ടിട്ട് വരാറുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ മുഴുവൻ ഞാൻ തന്നെയായിരിക്കും പകല്. അപ്പം ഞാൻ ഏതാണ്ട് നേരമൊക്കെ ദൈവവിചാരം മാത്രമേ ഉള്ളൂ. കാരണം പള്ളിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴി ദൈവകൃപയിലേക്ക് കാണാണ്ട് ചെല്ലാൻ കിട്ടും, കുരിശിൻ്റെ വഴി മുഴുവൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പള്ളി എത്തണം വരെ ഞാൻ കുരിശിൻ്റെ വഴി ഒരു 8ാം സ്ഥലം വരെ ചെല്ലി കഴിയും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആരെയിലുള്ള കാരണം ചിലപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അടുക്കള പണി എടുക്കുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ ഞാൻ അത് ചെല്ലി അവസാനിപ്പിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ 1, 2 ഒന്നല്ല, നമ്മുടെ ഇവിടുന്ന് അയക്കുന്ന എല്ലാ സാക്ഷ്യവും ഞാൻ കാണും. പിന്നെ ഉടമ്പടി ക്ലാസ് ഞാൻ 11:30 ആകുമ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ലൈവ് ടുഡേന്ന് എടുത്തിട്ട് ഇവിടെ ധ്യാനം തുടങ്ങണേക്കാളും മുന്നേ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, തുടക്കത്തിൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ മക്കളുടെ ഒന്നും വിശ്വാസം കുറഞ്ഞു പോകരുത് എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ഇവിടെ അച്ഛൻ പറയാറുണ്ട് നമ്മളോട് 60% ഉള്ളവരെ ദൈവം 100 ആക്കാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള നമുക്ക് വിഷമം സന്തോഷം ദുഃഖമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും മനസ്സിലായി 30% ഉള്ളവർ എൻ്റെ വീട്ടിലുണ്ട്, അവരെ 30 കൂടി കളയല്ല ഈശോയെ എന്ന് ഞാൻ പറയാറുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ സഹായിച്ചതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ട്രീസ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ബെൽത്തങ്കടി രൂപതയിലെ, കർണാടകയിലെ ബെൽത്തങ്കടി രൂപതയിലെ കുട്ടർപാടി ഇടവങ്ങമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്, 2025 ഡിസംബർ 2-ാം തീയതി. ഞാൻ 2.5 വർഷമായിട്ട് എൻ്റെ മെറ്റർനിറ്റി ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ ഇരിക്കുമായിരുന്നു. ഞാൻ കൊച്ചിന് 1 വയസ്സായപ്പം തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോടും ഈശോയോടുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, അല്ല ഓൺലൈനെങ്കിലും ഒരു ഉടമ്പടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ അന്നേരമൊക്കെ വിചാരിച്ചു ഉടമ്പടി എടുത്തിട്ട് തന്നെ അല്ലല്ലോ, ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഒക്ടോബറൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയുടെ പേജിൽ പോയി സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ഉടമ്പടി വസ്തുക്കളൊന്നും അതിൽ കിട്ടത്തില്ല, നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാമെന്നുള്ളതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു ശരിയാ, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കണ്ട, നീ അവിടെ തന്നെ പോയി ഉടമ്പടി എടുത്താൽ മതി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്, ഒരാൾ 5 വയസ്സും അടുത്ത ആൾ 2 വയസ്സുമാണ്. അവരെ കൊണ്ട് ഇവിടെ വരാനും എനിക്ക് ഉടമ്പടി എടുക്കാനും ഒക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അതല്ല, ഞങ്ങൾ 4 പേര് ഹസ്ബൻഡും പിള്ളേരുമായിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കുഞ്ഞ് സ്കൂളിലും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ലീവൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ നവംബർ തൊട്ട് ഞാനിങ്ങനെ ഓൺലൈൻ നിബന്ധനകളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിബന്ധനകളൊക്കെ പാലിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ ഈ നിബന്ധനകളിലേക്ക് നടത്തി ഞാൻ ട്രൈ ചെയ്യാം ആദ്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാം. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം പാലിച്ചിരിക്കണം.
അത് കാരണം ഞാൻ നവംബർ ആദ്യം തൊട്ടേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം 5:30 രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും എല്ലാം ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം തൊട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആകുന്നതൊക്കെ വിട്ടു. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും വന്നെങ്കിൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്താലും മാസത്തിൽ 1-2 ഇൻ്റർവ്യൂ എനിക്ക് വരാറുള്ളൂ. വന്നെങ്കിൽ തന്നെ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടൊക്കെ ക്ലിയർ ആവും, ചിലപ്പോൾ തേർഡ് റൗണ്ടിൽ എനിക്ക് കിട്ടാറില്ല. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അതിൻ്റെ മുമ്പ് 8 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളും ഞാൻ വർക്ക് ചെയ്തതിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഞാൻ ഒന്നെങ്കിൽ അത് കോൺട്രാക്ട് ബേസ് ആയിരിക്കും, ഡയറക്റ്റ് ആണെങ്കിലും കറക്റ്റായിട്ടൊരു IT ഫീൽഡല്ല. ഞാൻ IT ഫീൽഡ് ടെസ്റ്റിംഗ് ഇതിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് വിഷമമാണ്. എൻജിനീയറിങ് ചെയ്തിട്ടും ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല എന്നൊക്കെ വെച്ച്. അങ്ങനെ ഈ 1 മാസത്തോളം ഞാൻ ഈശോയോടും മാതാവിനോടും കൂടുതലടുത്ത് എല്ലാ കാര്യങ്ങളും നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ടിക്കറ്റൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ടൈം ടിക്കറ്റ് 2-3 മന്ത്സത്തേന് ടിക്കറ്റ് ഫുള്ളാണ്. അപ്പം തത്കാലം എടുത്ത് വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനും തത്കാലം എടുക്കാൻ ട്രൈ ചെയ്തു. ആദ്യ പ്രാവശ്യം എടുത്തപ്പോഴത്തേനും അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, അല്ല നവംബർ 30-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ആൾമോസ്റ്റ് 11:10 ആയി. 11:10 മുമ്പേ ടിക്കറ്റ് 11 കറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷേ 11:10 ആയപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കായിരുന്നു ഒന്ന് ടിക്കറ്റ് ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ കാറ് സൈഡിലാക്കി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത് ഒരു ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. എനിക്ക് മൺഡേ നൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റായി, ട്യൂസ്ഡേ രാവിലെ ഇവിടെ വരാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു, വീട്ടിലെത്തി. അതിൻ്റെ മുമ്പ് സാറ്റർഡേ ഞാനൊരു ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബിഗ് 4 കമ്പനിയിൽ ഒരു കമ്പനിയായ EY എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. ഞാൻ അതിലൊന്നും പ്രതീക്ഷ വെച്ചില്ല. അങ്ങനെ അതിൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. തിങ്കളാഴ്ച നൈറ്റ് ഇങ്ങോട്ട് കയറാനുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയായപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് കോൾ വന്നു, ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടിന് ചൊവ്വാഴ്ച വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് തത്കാൽ ടിക്കറ്റ് എനിക്ക് കിട്ടിയതാണ്, മാതാവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചൊവ്വാഴ്ച വരാൻ പറ്റത്തില്ല, ബുധനാഴ്ച ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല ചൊവ്വാഴ്ച തന്നെ വരണമെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2-3 പേര് മാറി വിളിച്ചു. അവർ പറഞ്ഞു, ഉച്ച കഴിഞ്ഞെങ്കിലും വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് വെനസ്ഡേ എനിക്ക് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വെനസ്ഡേ നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ കുറവാണ്, ബിക്കോസ് ചൊവ്വാഴ്ച വരുന്നവരിൽ ആരെങ്കിലും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല, അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എനിക്ക് വെനസ്ഡേ ആണെങ്കിൽ മതി, ചൊവ്വാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാനിവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രദർശനത്തിൽ എനിക്ക് തിരി കിട്ടുകയും ചെയ്തു. എനിക്ക് തിരിയും കൂടെ കിട്ടിയപ്പം കൂടുതൽ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, അതുമല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വരുന്നതായിരുന്നു ഇനിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ആലപ്പുഴയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷേ ഇവിടെ എങ്ങും ഞാൻ വന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നതെന്നൊരു പേടിയായിരുന്നു ആദ്യം. പക്ഷേ എനിക്ക് മലയാളം ചെറുതായിട്ട് വായിക്കാനൊക്കെ അറിയാം, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി, ചെർക്കള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ഇരുന്നു. ഞാൻ ബുക്കൊന്നും ആക്കിയിട്ടില്ലായിരുന്നു ഒറ്റയ്ക്ക് വന്ന കാരണം. എന്നിട്ട് അവിടെ പോയിരുന്ന് ഇരിക്കുമ്പോൾ എനിക്കൊരു 3 മണിയായപ്പോഴത്തേനും കോൾ വന്നു, സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ബുധനാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ
അങ്ങനെ എനിക്ക് എൻ്റെ ടിക്കറ്റ് കൺഫേം ആയില്ലായിരുന്നു, തത്കാൽ ടിക്കറ്റ് നെക്സ്റ്റ് ഡേക്കുള്ളത് അങ്ങോട്ട് പോകാനുള്ളത്. അങ്ങനെ ഞാൻ ജനറൽ ടിക്കറ്റ് തന്നെ ഇരുന്നുകൊണ്ട് പോയി. അവിടെ മോർണിംഗ് അവിടെ എത്തിയപ്പോഴും ലേറ്റായി, 1.5 hours ലേറ്റായി ട്രെയിൻ എത്തിയപ്പോൾ. അവിടെ നിന്ന് വീട്ടിൽ പോയി ഫ്രഷപ്പായി ഞാൻ 12 o'clock എനിക്ക് ഇൻ്റർവ്യൂ സ്ഥലത്ത് പോകണം. അത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, ഓൺലൈൻ അല്ലായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഓൺലൈൻ ആയിരുന്നു. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് അവിടെ എത്തി സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഇരുന്നു. അത് അവരെന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തന്നു. ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ റൂമിൽ കയറുന്ന നേരത്ത് ഞാൻ തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ടുപോയിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ടേബിളിലും കുരിശൊക്കെ വരച്ചു, ഉപ്പും കൊണ്ട് കുരിശ് വരച്ചു, നെറ്റിയ തൈലം തൂത്തുകൊണ്ട് പോയി. എന്നിട്ട് അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി ചിലത്. അപ്പം ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് അവർ ഒരു പേപ്പർ തന്നു, അതിൽ പോയിൻറ്റ്സ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാശ് രൂപ ഞാൻ എൻ്റെ മാലയിൽ കൊളുത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് കാശ് രൂപ ഇങ്ങനെ മുറുകെ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അങ്ങനെ പോയിൻറ്റ്സ് എഴുതി. അവരെന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവർ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് സമയം തന്നു. ഞാൻ എഴുതി അങ്ങനെ അവർക്ക് കൊടുത്തു. അവർ ഓക്കെ ആയി. ഫസ്റ്റ് റൗണ്ട് ഓക്കെ ആയി. സെക്കൻഡ് റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് അതും ആൾമോസ്റ്റ് 2 hours ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, രണ്ട് റൗണ്ടായിട്ട്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം തന്നെ അവർ വന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ടുണ്ട്, ഈ നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ഓൺബോർഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. അതിൻ്റെ മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഡിസംബറിലാണല്ലോ ഇവിടെ വരുന്നത്, 7-ാം തീയതി പ്രത്യക്ഷീകരണ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണമേ എന്ന്. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തന്നെ എനിക്ക് ജോലി കൺഫേമായി. 10-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. 11-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് ഈ ജോലി മേടിച്ചു തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് വൃദ്ധസദനം സന്ദർശിക്കുകയും അവിടെയുള്ള രോഗികളുടെ അടുത്ത് സമയം ചെലവാക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് ധനസഹായം ചെയ്യുകയും പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ചെയ്യുകയും പഠിക്കാനുള്ള കൊച്ചിന് സഹായം ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ദിവസവും കുർബാനയെ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ അന്ന് പറ്റിയില്ലെങ്കിലും ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, കൊന്ത ചെല്ലാറുണ്ട്. എനിക്ക് 2 ദിവസമാണ് ഓഫീസിൽ പോകാനുള്ളത്, 1-2 ദിവസം. ആ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ 3-4 കൊന്തകൾ ചെല്ലാറുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ആദ്യമായി ഞാൻ എൻ്റെ തിരുക്കുമാരനും എൻ്റെ അമ്മയ്ക്കും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഓമന പ്രഭാകരൻ. ഞാൻ വരുന്നത് ഇടുക്കിയിൽ നിന്നും. ഞാനിവിടെ വരാനുള്ള സാഹചര്യം, എനിക്ക് ഒരു 10 വർഷം ആയി എനിക്ക് തലകറക്കമായിരുന്നു, ഈ ബാലൻസിൻ്റെ തലകറക്കം. അതുണ്ടായ എനിക്ക് ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വേണം. ഞാൻ എവിടെയെങ്കിലും കിടക്കോ ഇരിക്കുകയാണ്, ഞാൻ പറയും എന്നെ നിങ്ങൾ പിടിച്ചോണം കേട്ടോ, ഞാൻ താഴെ വീഴും. എന്നെ പിടിച്ചാലും ഞാൻ പറയും എന്നെ വിടരുതേ, ഞാൻ ഈ കട്ടിലിൽ നിന്ന് താഴോട്ടാണ് പോകുന്നതെന്നും പറഞ്ഞ് ഞാൻ കടന്ന് കരഞ്ഞ് ആ കൂട്ടത്തിൽ ഞാൻ അങ്ങ് ഛർദ്ദിച്ച് ഒരുമാതിരി ആളങ്ങോട്ട് തീരെ അവശതയായി വീണു പോവും. അപ്പോഴത്തേനും എല്ലാവരും കൂടി പിടിച്ച് വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ട്രിപ്പ് ഇടും, മരുന്ന് കഴിക്കാൻ തരും, വീട്ടിൽ പോരും. ഇങ്ങനെ 10 വർഷമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന ഉടമ്പടി എടുത്തിട്ട് വന്നിട്ട് ഒരു പത്രം എൻ്റെ തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഈ പത്രം ഒന്ന് വായിക്കുക. പത്രം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിനകത്തെ സാക്ഷ്യങ്ങളെല്ലാം വായിച്ചിട്ട് എനിക്കത് ഭയങ്കര വിശ്വാസവും ഇഷ്ടമായിരുന്നു. എനിക്ക് നേരത്തെ മുതലേ എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ പള്ളി കണ്ടാലും ഏത് വഴിക്ക് പോയാലും ഞാൻ ആ പള്ളിയിൽ കയറുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെയുള്ളവരെല്ലാം പറയും ഞങ്ങളുടെ കൂടെ പള്ളിയിൽ പോരെ, ഞങ്ങൾക്ക് പള്ളിയിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അങ്ങനെ ഞാൻ ആ പത്രം വായിച്ച് എനിക്ക് അതിൻ്റെ അനുഭവം കണ്ടപ്പോൾ ഞാൻ ഓർത്തു എനിക്കിവിടെ ഒന്ന് വരണം. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക്
ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷണ പ്രാർത്ഥന ചെല്ലുകയും ഞാൻ ബൈബിൾ വായിക്കുകയും എല്ലാം ഞാൻ ചെയ്ത് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ എനിക്ക് തലകറക്കമില്ല, ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല, ഒരു ഹോസ്പിറ്റലിലും പോകുന്നില്ല. അതിന് എൻ്റെ ഈശോയോടും എൻ്റെ അമ്മയോടും എനിക്ക് 1000 കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് എൻ്റെ വയറിനകത്തൊരു ഈ കുടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു 6-7 വർഷം മുമ്പ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. പിത്താശയം എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിത്താശയം എടുത്ത് കളഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ഗ്യാസ് പോലെ ഉരുണ്ട് മഴിച്ച് കയറി വരും. എന്നും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറോട് പറയും, ഡോക്ടർ എൻ്റെ വയറിനകത്ത് ഇങ്ങനെ എന്തോ പ്രശ്നം. അത് ഡോക്ടർ പറയും ഗ്യാസാകി. അങ്ങനെ നടന്ന് ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് ഭയങ്കര വേദനയും ഭയങ്കര തടിപ്പുമായിരുന്നു വയറിന് പുറമെ. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തു, ECG എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേച്ചിക്ക് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, മെഡിക്കൽ കോളേജിന് പോകണം, കാർഡിയോളജി ഉള്ളിടത്തേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഞാൻ അമ്മയെ വന്നറിഞ്ഞ ഒരു അമ്മയുടെ മകളാണ്. എൻ്റെ ഈശോയും അമ്മ എന്നെ കൈവിടുകയല്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ വയറ്റിൽ ഇനിയും കത്തി വെക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ അമ്മ എന്നെ വിടുകയില്ല. ഞാൻ ആ വിശ്വാസത്തോടു കൂടി വേറൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അമ്മയുടെ കാശുരൂപം ഉണ്ട്. ഞാൻ ഇതും കൊണ്ട് പ്രാർത്ഥിച്ച് ആ മുറിക്കകത്ത് കയറി. ഡോക്ടർ ഈ റിസൾട്ടെല്ലാം മേടിച്ച് നോക്കിയേച്ച് പറഞ്ഞു, ഇത് ഭയങ്കര റിസ്ക് ആകട്ടോ ഇവിടെ ചെയ്യാൻ. പിന്നെ ഞാനൊന്ന് മൈക്ക് ഡോക്ടറെ കാണട്ടെ, എന്നിട്ട് നിങ്ങളെ വിളിക്കാം. എൻ്റെ മോൻ്റെ നമ്പരും മേടിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ എന്നെ വിളിപ്പിക്കല്ലേ, ഡോക്ടർ എന്നെ വിളിക്കരുത്, ഞാൻ എൻ്റെ ശരീരത്തിൽ കത്തി വെക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ നിമിഷം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഡോക്ടർ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ ഇതിനു വേണ്ടി പോയിട്ടുമില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന അച്ഛനെ എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായി. എൻ്റെ ജോസഫ് അച്ഛനെ ഞാൻ കണ്ടു. എനിക്ക് പുരട്ടാനായിട്ട് വയസ്സ് തന്നു. ഞാനത് പുരട്ടി പ്രാർത്ഥിച്ചു. എനിക്കിപ്പം നല്ല സൗഖ്യമായി, എനിക്കൊരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന യൂട്യൂബിൽ ഫോണിൽ കാണും. അങ്ങനെ കണ്ട് ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം ആ ധ്യാനത്തിൽ അച്ഛൻ പറയാണ്, നിങ്ങൾ രോഗമുള്ളിടത്തൊക്കെ കൈവെക്ക്, വേദനയുള്ളിടത്തൊക്കെ കൈവെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഈ ഇടത്ത് സൈഡിൽ എനിക്ക് കുറേ നാളായിട്ടിങ്ങനെ വേദന. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഒരു വാൽവിന് ചുരുക്കമുണ്ട്. അത് ഡോക്ടർ പറഞ്ഞില്ല. അതാണ് എനിക്കിവിടെ ചെയ്യാത്തത്, എന്നോടിത് പറഞ്ഞില്ല. പക്ഷേ എനിക്കെന്തോ അസുഖം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത് എന്നെ ചെയ്യുന്നു. അച്ഛൻ എങ്ങനെ പറഞ്ഞു, രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോഴത്തേനും അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുവാണ്, നമുക്ക് ഒരാളിന് 2 വാൽവാണുള്ളത്, അതിലൊരു വാൽവ് ചുരുങ്ങിയത് വികസിച്ച് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈശോയോടും അമ്മയോടും 1000 കോടി നന്ദി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഞാൻ പറഞ്ഞു, അത് എൻ്റേതാണേന്ന് പറഞ്ഞു. എനിക്കത് പിന്നെ ഈ നിമിഷം വരെ എനിക്കൊരു വേദനയോ പ്രയാസമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതും എൻ്റെ ഈശോയും എൻ്റെ അമ്മയും അത് ഏറ്റെടുത്ത് മാറ്റി തന്നുള്ള വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പം പോകുന്നു. അതുപോലെ തന്നെ എനിക്ക് ജപമാല റാലി പങ്കെടുക്കാൻ പറ്റി. ഞാൻ 2 വർഷം അടുപ്പിച്ച് വന്നു. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും മൈൽ നടക്കണ്ടേ, എല്ലാവരും പറഞ്ഞു അർത്തങ്കപ്പള്ളിയിലേക്ക് പോയാൽ മതി, വണ്ടിക്ക് നടക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഈശോയും അമ്മ എന്നെ നടത്തിക്കോളും, ഞാനിതാ പോകുന്നു, അമ്മ ഞാൻ നടന്നേ പോകുന്നുള്ളെന്നും പറഞ്ഞ് ഞാൻ വന്നു. ആ ജപമാല റാലി പങ്കെടുത്ത് എനിക്ക് യാതൊരു കുഴപ്പമില്ല. അർത്തങ്കപ്പള്ളി വന്ന വലിയച്ഛനെ കണ്ട് ഞാൻ പള്ളിക്കകത്ത് കയറി മുട്ടുകൂത്തി പ്രാർത്ഥിക്കാനുള്ള അവസരം കൃപ എനിക്ക് തന്നു. അതൊക്കെ എൻ്റെ തിരുക്കുമാരനും അമ്മയും എന്നെ ഏറ്റെടുത്തതിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷകവേല ചെയ്യുന്നുണ്ട്. ഞാൻ പത്രം ഇവിടുന്ന് കിട്ടുന്ന കൊണ്ടുപോയി കൊടുക്കുമ്പം ആൾക്കാരോട് ഞാൻ പറയുന്ന എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത്, അല്ലാതെ ഇത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ടോ അല്ലെ നിങ്ങൾ ഇന്നാ ഇത് പിടിച്ചോ ഞാനിതാ പോകുന്നു പറഞ്ഞ് ഞാൻ പോകാറില്ല. ഞാൻ ഓരോ വ്യക്തിയും കണ്ട് എൻ്റെ അനുഭവം ഞാനിവിടെ വന്ന സാഹചര്യവും പറഞ്ഞാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്. അപ്പോൾ അവരെല്ലാം എന്നോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചേച്ചിക്ക് പള്ളിയിൽ പോകുന്നു, ഞങ്ങളെക്കാളും അനുഗ്രഹമാണ് ചേച്ചിക്ക് കിട്ടുന്നത്, ചേച്ചി അതുകൊണ്ട് പള്ളിയിൽ പോകണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഞങ്ങൾ പോലും ഇന്ന് വരെ കൃപാസനത്തിൽ പോയിട്ടില്ല, ചേച്ചിക്ക് പോകാൻ സൗകര്യം. ഈ ജപമാല റാലിക്ക് വന്നറിഞ്ഞപ്പോഴും അവരെല്ലാം പറയുമോ അതെന്തൊരു ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ തിരുവമ്മാനും അമ്മ എന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ്, ഞാൻ അതുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുറേ പേരുടെ ബെഡ് വഴി എല്ലാം ഞാൻ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ
തീരെ വയ്യാതെ കിടക്കുന്ന ആൾക്കാരുടെ നെറ്റിക്ക് അവരോട് ചോദിക്കും. ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉടമ്പടി വസ്തുക്കളുണ്ട്, ഞാൻ നെറ്റിക്ക് തൈലം പൂശി ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു അച്ഛൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അച്ഛൻ ഇങ്ങനെ ഉരുണ്ടുമാറിഞ്ഞ് ആ കൊച്ചിനെ എന്ത് ചെയ്താൽ പിടിച്ചാൽ അത് കൊച്ചു സമ്മതിക്കുകയല്ല, അച്ഛൻ കിടക്കുമല്ല. ആ കൊച്ചു മടുത്തു. അപ്പോൾ എന്നെ ഏതെന്നറിയാവോ, ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, കൊച്ചേ ഞാൻ ഈ തൈലം ഇച്ചിരി നെറ്റിയെ പുരട്ടിയിട്ട് വന്നു പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചേച്ചി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഈ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചു, കൊച്ചേ എൻ്റെ കയ്യിൽ ഇച്ചിരി ഉപ്പുണ്ട്, ഞാൻ അത് കൂട്ടി ശകലം അച്ഛൻ്റെ നാക്കെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. കൊടുത്തോളാൻ പറഞ്ഞു. എൻ്റെ ഈശോയെ അമ്മയെ ഞാൻ സാക്ഷ്യപ്പെടുത്തി അവിടെ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ പേരിൽ ആ അച്ഛനുണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് മാറുന്നതിന് മുമ്പേ ആ അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങുക. എന്തൊരത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ എല്ലാവരും ക്യാൻസർ രോഗികളെയൊക്കെ കാണാം. എന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുന്നു. മിക്കപ്പോഴും രോഗികളെ കാണാൻ ഇപ്പോഴാണേലും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭവനത്തിലാണേലും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. ആത്മീയ ജീവിതം നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കൊണ്ടുപോകാനും ഞാൻ എൻ്റെ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കുന്നു. എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ബൈബിള് വായിക്കുകയും കൊന്ത ചെല്ലുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നും രാവിലെയും വൈകിട്ടും തിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ എന്നെ തന്നെ വിടരുത്, അമ്മ എൻ്റെ ഈശോയും എൻ്റെ കൂടെ വരണം, ഞാനിത് പോകുന്ന വഴിക്ക് അമ്മ വരണം. എൻ്റെ കുഞ്ഞുങ്ങൾ പോയാലും ഞാൻ പറയും, എൻ്റെ മോൻ വണ്ടി ഓടിക്കാൻ പോയാലും ഞാൻ പ്രാർത്ഥിച്ചെങ്ങനെയാണ് വിടും. ഇതിനെല്ലാം അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. നന്ദി.